അത് വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ നോവലായിരുന്നു. അതിൽ നിന്ന് ഒരംശം മാത്രം. ലിറ്റററി സെൻസ് വളരെ നന്നായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സംവിധായകനാണ്, ഛായാഗ്രഹനാണ് വിൻസെൻ്റ് മാസ്റ്റർ. അദ്ദേഹം തിരക്കഥാവേളയിൽ ഇരിക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. മാത്രമല്ല ഈ കഥാഗതിയുടെ ലോജിക്കൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഒരു ഗാനരംഗം വരുന്നുണ്ടെങ്കിൽ ആ ഗാനരംഗം വരുന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു ഗാനരംഗം അതിനകത്ത് ഉൾപ്പെടുത്തത്തുള്ളൂ. കൃഷ്ണപക്ഷക്കിളി തിരച്ചു എന്നുള്ള നഖങ്ങളുടെ പാട്ട്, നഖങ്ങളിലൊരു കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരുമെങ്കിലും അതിനകത്ത് റൊമാൻസ് ഉണ്ട്. ആ റൊമാൻസിൻ്റെ 1-2 ഘട്ടങ്ങളിൽ മാത്രം 1-2 പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ റൊമാൻസിൽ ഈ കഥാനായകൻ്റെ ഒരു സ്വഭാവ വിശേഷം കൂടിയുണ്ട്. അയാളൊരു പരുക്കനും അതുപോലെ തന്നെ സ്ത്രീകളെ അടുത്തിടപഴകുന്നതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ അടുത്തിടപഴകുന്നൊരു സ്വഭാവമുള്ള ഒരാളൊക്കെ പിടിച്ചു പറിക്കുന്ന ഒരു പ്രണയത്തിൻ്റെയൊക്കെ ഒരാളാണ്. ആ ഗാനരംഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റായിട്ടല്ല അത് അദ്ദേഹത്തിൻ്റെ കാമുകിയെ കൈകാര്യം ചെയ്തത്, ഒരു എന്തോ അധികാരമുള്ളതുപോലെയാണ്. അപ്പോൾ അതിനകത്തൊരു വശ്യത കൂടുതലാണ്. ഈ വശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം കാണുമ്പോഴത്തേക്കും അത് അതുപോലെ ചിത്രീകരിച്ചാലേ ആ വശ്യത നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിഭംഗിയെ അത് ഗംഭീരമായിട്ട് മാസ്റ്റർ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി അത് കാണണമെന്ന് തോന്നും, പ്രത്യേകിച്ചും കൗമാര യൗവന ദശകളിൽ. മാഷിൻ്റെ സംവിധാന ശൈലിയിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ്, അതായത് ഒരു വെസ്റ്റേൺ ടച്ചൊക്കെ റിതം പാറ്റേൺ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മാധുരി അമ്മയുടെ ചിരി നമുക്കറിയാമല്ലോ, അതിൽ നല്ല താളത്തിൽ ചിരിച്ചിട്ടുണ്ട് ആ പാട്ട്. ചിരിച്ചിട്ടാണ് പാട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ആ പാട്ടിനുണ്ട്. കൃഷ്ണപക്ഷ കിളി ചിലച്ചു കുളിച്ചുവാ പെൺപക്ഷി കുളിച്ചുവാ കുളിച്ചു വന്നാൽ ചൂടിക്കാം കൊക്കൊണ്ടൊരു കുങ്കുമപ്പൂ കിളി ചിലച്ചു കുളിച്ചുവാ പെൺപക്ഷി കുളിച്ചുവാ കുളിച്ചു വന്നാൽ ചൂടിക്കാം കൊക്കൊണ്ടൊരു കുങ്കുമപ്പൂ കൃഷ്ണപക്ഷ കിളി ചിലച്ചു. മലയാള സിനിമയ്ക്ക് വേണ്ടി നല്ല ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ജനറൽ പിക്ചേഴ്സ് രവി. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളെല്ലാം പി ഭാസ്കരൻ, വിൻസെൻ്റ് മാസ്റ്റർ എന്നിവർ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. വിൻസെൻ്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത ചിത്രമാണ് അച്ചാണി എന്ന സിനിമ. അതിനകത്തൊരു ഗാനരംഗം, നമുക്ക് ആ ഗാനവും ആ ഗാനരംഗവും ഒക്കെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. പ്രത്യേകിച്ചും യേശുദാസ് ആ ഗാനരംഗത്തിൽ പാടി അഭിനയിച്ചതുപോലെ നമുക്ക് കൂടുതൽ വൈകാരിക ബന്ധമുണ്ട് ആ പാട്ടിനെ കുറിച്ചിട്ട്. എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രീകരണം, ആ ഗാനരംഗത്തിലെ ചില വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ എന്നാൽ ഭരതൻ എന്ന സംവിധായകൻ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാമുകന്മാരെല്ലാം ഒത്തുചേരുന്ന രംഗമുണ്ട്. ഒരു ഗസലിൻ്റെയൊക്കെ ഒരു രീതിയിലൊക്കെയാണ് പിന്നെ ആ പാട്ട് ദാസേട്ടൻ പാടുന്നത്. രംഗത്തിന് എന്താണ് ഉദ്ദേശിച്ചത്, അങ്ങനെ വളരെ ഇൻഫോർമലായിട്ടുള്ള ഒരു രംഗമാണത്. കാമുകിക ഒത്തുചേരുന്നു, ചിത്രം വരയ്ക്കുന്നു, ഒരു പാട്ട് പാടുന്നു, അങ്ങനെയുള്ളൊരു സായം സന്ധ്യ. അതിനെ വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പാട്ടിൻ്റെ ഉള്ളിലുള്ള അർത്ഥവ്യാഖ്യാനങ്ങൾ തന്നെ ആ ചിത്രീകരണത്തിലൂടെ നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് ഈ പടം കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതിൻ്റെ പ്രധാന കാരണം, അന്ന് എൻ്റെ ഓർമ്മയിൽ ദാസേട്ടൻ യേശുദാസ് അദ്ദേഹം അതിനകത്ത് പാടി അഭിനയിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ മാച്ചിന് പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് നടക്കുകയും ചെയ്തു. അദ്ദേഹം ദാസേട്ടൻ പാടി അഭിനയിച്ചാണ് എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ. ദേവനന്ദനത്തിലെ പൂമരങ്ങൾ പൂത്തരാവിൽ പ്രേമചിന്തതൻ ദേവനന്ദനത്തിലെ പൂമരങ്ങൾ പൂത്തരാവിൽ
പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു